അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയി നമ്മുടെ മുഖത്തെ ആ ഗ്ലോ ഒക്കെ അങ്ങ് നഷ്ടപ്പെടും. അപ്പം അത് ഉണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഞാനിപ്പം ഇത് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ എടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്റെ ഫേസ് ഒന്ന് കണ്ടു നോക്കിക്കേ. നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി ഗ്ലാമറായി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഇങ്ങനെ എണ്ണമയം തൊട്ടെടുക്കാം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നമ്മുടെ 50 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ എന്താ പറയുന്ന മുഖത്തിന്റെ ഗ്ലോ നഷ്ടപ്പെടും. ഒരു ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുമല്ലോ. അത് കഴിയുമ്പോൾ 50 വയസ്സ് കഴിയുമ്പോൾ ആ ഓയിലിയൊക്കെ മാറിയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണിത്. അപ്പൊ ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോഴേ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അലോവരയാണ്. കറ്റാർ വാഴ എനിക്കിവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ കറ്റാർ വാഴയിൽ നിന്ന് ഒരു ചെറിയ തണ്ട് എടുത്തിട്ട് വന്നിട്ട് ഞാനിത് കുറേ നേരമായിട്ട് എടുത്തിട്ട് വന്നിട്ട് അപ്പൊ ഇതിൽ ഒരു മഞ്ഞ ഒരു സിറമുണ്ട്. അപ്പൊ അത് നമ്മൾ കളയണം. അതെല്ലാം കളഞ്ഞെടുത്തിരിക്കുന്നതാണിത്. അപ്പൊ ഇത് മുറിച്ചോണ്ട് വന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം നന്നായിട്ട് ഇതിന്റെ ആ മഞ്ഞ ഇതെല്ലാം നന്നായിട്ട് പോയി എടുത്തിരിക്കുകയെന്നാണ് ഇത്. ഇനി നമുക്ക് ഇതിനകത്തുനിന്നൊരു കുറച്ച് മതി കേട്ടോ. അപ്പൊ ഞാൻ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത്രയും മാത്രം നമുക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത്രയും മാത്രം ഞാൻ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഈ സ്കിൻ അങ്ങ് ഇതിൻ്റെ കളയാം. ഒരു സെക്കൻഡ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ അകത്തെ ഈ സ്കിൻ അങ്ങ് കളയാം. നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ നിലനിർത്താനായിട്ട് നല്ല സഹായിക്കുന്നതാണ് ഈ കറ്റാർ വാഴ. അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടി വളരാനായിട്ട് എണ്ണ മുറുക്കാനും ഒക്കെ ഉപയോഗിക്കാം ഈ കറ്റാർ വാഴ. അപ്പം നമ്മൾ ഇത് ഇതിൻ്റെ ഈ സ്കിൻ അങ്ങ് കളഞ്ഞിട്ട് ഇത് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കറ്റാർ വാഴയും ഈ ഇത് തേനാണ്, തേനും കൂടെ നമുക്ക് കറ്റാർ വാഴയുടെ ഇതിലേക്ക് നമുക്ക് ഈ തേന് ഒഴിച്ചു കൊടുക്കാം. തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇതേപോലെ ആക്കുക. എന്നിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം. നല്ല നല്ല ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന് കേട്ടോ. ഞാനിപ്പം കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഫേസിലൊന്നും ഞാൻ തേച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാലോ. നമ്മുടെ ഫേസിലെ അഴുക്കൊക്കെ നന്നായിട്ട് മാറി ഈ കറ്റാർവാഴയിട്ട് നമ്മൾ ഈ കറ്റാർവാഴയിൽ ഒന്നും തേക്കാതെ തന്നെ നമുക്ക് എന്നും ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് നല്ലതാണ്. ഫേസിലെ കരിവാളിപ്പും റിങ്കിൾസും ഒക്കെ മാറാനായിട്ട് ഒരുപാട് നല്ലതായിട്ടാ. നല്ല മധുരം നന്നായിട്ട്. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു അരമണിക്കൂർ നേരം നമ്മുടെ ഫേസിൽ ഇത് വെച്ചുകൊണ്ടിരിക്കണം. ഒരു അരമണിക്കൂർ കേട്ടോ. അപ്പം ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. മൂക്കിൽ നന്നായിട്ട് മതി. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റുവോ കഴുകിക്കളയുവോ എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തുടച്ചിട്ട് കഴുകാം നമുക്ക്. തുടച്ച് കളഞ്ഞു. ഇനി ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് വരാം. ഇപ്പോൾ ഫേസ് കഴുകി ഇനി നമുക്കിതൊന്ന് തുടച്ച് ടിഷ്യൂ പേപ്പർ കേട്ടോ. ടിഷ്യൂ പേപ്പർ വേണമെന്നൊന്നുമില്ല.
നമ്മുടെ കോട്ടൺ തുണി എടുത്തിട്ട് തുടച്ചാലും മതി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഞാൻ തുടച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പൊട്ട് മാറ്റിയില്ല, പൊട്ട് മാറ്റിയതല്ല, പൊട്ട് പോയതാട്ടോ. ഫേസ് നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടിൻ്റെ അരിപ്പൊടി എടുക്കരുത്, അത് തരിയുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേൻ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് തേൻ മതി, കണ്ടോ, കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു തക്കാളിയുടെ ഇത്രയും തക്കാളി വേണ്ട, ഒരു പകുതി എടുക്കാം. പകുതി തക്കാളി എടുത്തു. ഈ തക്കാളി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കിനി ജ്യൂസായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഈ തക്കാളിയുടെ എല്ലാം ഇതിനകത്തേക്ക് വീഴും, കണ്ട. പകുതി എടുത്താൽ മതി, നമുക്ക് ഒരു ഫേസിന് അധികം ഒന്നും വേണ്ടല്ലോ. ഇത് ഫുള്ള് എടുത്തു. ഇനിയിപ്പം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ തൈരാണ്. നമ്മുടെ സ്വന്തം തൈര്. നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ശകലം കൂടെ വേണം. മുഖത്ത് തേക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. എന്നാൽ ഒഴുകിപ്പോകാൻ ഇടവരരുത്. അങ്ങനെ ഇതണ്ട, ഇതുപോലെ നന്നായിട്ട് കിട്ടണം. കണ്ട. ഇനി നമുക്കിത് ഫേസിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫേസിന് നല്ല ഈ 50 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കുവേ നമ്മുടെ ഫേസ് അങ്ങ് ഡ്രൈ ആവും. ചിലവരുടെ സ്കിൻ അങ്ങ് ഡ്രൈ ആവും. അപ്പം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫേസ് ഭയങ്കരമായിട്ട് വരണ്ട് പോയിട്ട് എന്ത് പറയുന്നത്, ഒരുമാതിരി വരണ്ട് വലിഞ്ഞ് ഈ ചുളുങ്ങിയൊക്കെ പോകുന്ന സ്കിന്നാകും. അപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 വയസ്സ് കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാൽ, ചിലവരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചിലവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രായം കൂടുതലായിരിക്കും. പക്ഷേങ്കിലുണ്ടല്ലോ, ഫേസ് കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കത്തേയില്ല. അപ്പം ഇതുപോലത്തെ ഉള്ള സിംഗിൾ പണികളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ഫേസ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഒന്നും അറിയുന്നില്ല, നമ്മളൊന്നും ഇതൊന്നും ചെയ്യാനും മെനക്കെടത്തില്ല കുറേ പേര് കേട്ടോ. ഞാൻ ഇതിനൊക്കെ മെനക്കെടും, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഞാൻ ഇതിനൊക്കെ മെനക്കെട്ട് ഇരിക്കും. അല്ലെങ്കിലുണ്ടല്ലോ, ആ ക്ലോക്കിൻ്റെ മ്യൂസിക് ചിലപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തത് കേട്ടോ. ഇനി അത് കട്ട് ചെയ്യണം ആ വീഡിയോ. അങ്ങനെ ഓർത്തില്ല അതിൻ്റെ കാര്യം. പോട്ടെ. അപ്പം നമ്മുടെ ഫേസിന് നല്ല 50 വയസ്സ് കഴിഞ്ഞാലും നല്ല ഗ്ലോ നിലനിർത്താനായിട്ടുള്ള നല്ലൊരു പാക്കാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ ഫേസിൽ ഒരു 20 മിനിറ്റോളം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് വല്ലയിടത്തുമൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. നല്ല ഗ്ലോ ആയിരിക്കും. ഇത് കഴുകി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൻ്റെ ഗ്ലോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. തൈരൊക്കെ നല്ല അടിപൊളിയാണ്.
തൈര് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും ഒക്കെ ഉള്ളൊരു സാധനമാണ് ഈ തൈര്. അതുപോലെ തന്നെ അരിപ്പൊടിയും ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല സൂപ്പറാട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ ഞാനൊരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫേസ് ഞാനിങ്ങനെ തുടച്ച് മാറ്റുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി ഗ്ലോയാണ് കിട്ടുന്നത്. അപ്പം ഒരു 20 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് വരാം. അപ്പം ഇത് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റുമ്പോഴുള്ള അത്ഭുതം കണ്ടോണേ. നോക്കിക്കേ, എന്താ ഗ്ലോ എന്ന് നോക്കിക്കേ. നമ്മുടെ ഫേസിൻ്റെ നല്ല അടിപൊളി ഗ്ലോയാണ് കണ്ടോ, നല്ല രസമുണ്ട്. അപ്പം നിങ്ങളും ഇത് ചെയ്യുക കേട്ടോ. ഇത് അധികം നമുക്ക് മുതൽ മുടക്ക് ഒന്നും ഇല്ലാത്ത കാര്യമാണിത്. അപ്പം എന്താ നമ്മൾ ചെയ്യുക കേട്ടോ. കണ്ടോ കണ്ടോ, നല്ല ഗ്ലോയാണ്. നമ്മളിനി ഇത് കഴുകിയിട്ട് ഇത് തുടച്ചിട്ട് നമ്മൾ കഴുകുമ്പോഴത്തെ കാര്യമൊന്നും പറയണ്ട മക്കളെ. കണ്ടോ, ഏത് പാർലറിലാണേ നമ്മൾ പോയെന്ന് ചോദിക്കും, അതുപോലത്തെ ഗ്ലാമറാണ് നമുക്ക് കേട്ടോ. ഇപ്പം നിങ്ങൾ പറയും വെളുത്ത ഫേസിൽ ചെയ്തിട്ടാന്ന്. അല്ല, വെളുത്ത ഫേസിനെക്കാട്ടിൽ കൂടുതൽ കറുത്ത ഫേസിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇത് അറിയാനായിട്ട് പറ്റുന്നത് കേട്ടോ. നിങ്ങൾ കറുത്തവരാരും അയ്യോ ഇത് വെളുത്ത ഫേസ് ആയിട്ടാണ് എന്ന് വിചാരിക്കല്ലേ. കണ്ട, ഇനി നമുക്ക് വേറൊരു ടിഷ്യൂ എടുക്കാം. ഇത് രക്ഷയില്ല, എല്ലാ വശവും ഇതിൻ്റെ തുടച്ചു. നമുക്ക് വേറൊരെണ്ണം എടുക്കാം. ഇതുണ്ടല്ലോ, ചിലവരുടെ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പോലെ ഇരിക്കും. എൻ്റെ സ്കിന്നിലിട്ടിട്ട് ഇത് ഭയങ്കരമായിട്ട് 20 മിനിറ്റ് ആയിട്ടും അങ്ങോട്ട് ഡ്രൈ ആയിട്ടില്ല കണ്ടോ. ചിലവരുടെ അങ്ങനെയല്ല, ചിലവരുടെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുവാണെങ്കിൽ ഒരു ശകലം തൈര് ഇങ്ങനെ ഒന്ന് തൂത്തിട്ട് അത് കളയാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഇങ്ങനെ പൊഴിച്ച് കളയാനായിട്ട് നിൽക്കരുത് കേട്ടോ. കണ്ടോ, നമ്മൾ അത് മുഴുവൻ തുടച്ച് മാറ്റി ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. കഴുകിയിട്ട് വന്നാലേ നിങ്ങൾക്ക് ഇതറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, അവിടെ ഇവിടെയൊക്കെ അരിപ്പൊടി ഇരിപ്പുണ്ട് കണ്ടോ, ഇത് കണ്ടോ. അപ്പം ഞാനിതൊന്ന് ശരിക്ക് കഴുകിയിട്ട് വരാം. അപ്പം എന്താ, മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച് ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. കണ്ടോ, ഫേസിൻ്റെ ആ നല്ല ഗ്ലോ കണ്ടോ. അല്ലാണ്ട് ഞാൻ ഫേസിൽ ഒരു പൗഡർ പോലും ഇടാതെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. കഴുകി ഒന്ന് തുടച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പം നമുക്ക് 50 വയസ്സ് കഴിഞ്ഞാലും 55 വയസ്സ് കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ ഈ മാതിരി നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന നല്ലൊരു ടിപ്പാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഫേസിൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്നെസ് ആണ്. അപ്പം നമുക്ക് ഈ പൊട്ട് വെച്ചേക്കാം അല്ലേ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതിയതായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.